കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിശ്രമത്തിലായിരുന്നു ബാല. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയതിന് ശേഷമാണ് നടൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. പലപ്പോഴും തൻ്റെ കൂടെ നിന്നവർ കാലുവാരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നടൻ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ തനിക്ക് വേണ്ടി കരൾ പകുത്തു തന്ന ജേക്കബ് എന്ന വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു നടൻ. ജേക്കബിനോടുള്ള സ്നേഹവും നന്ദിയും എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നതിനൊപ്പമാണ് പലവരും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതടക്കം കാര്യങ്ങൾ ബാല വെളിപ്പെടുത്തിയത്. മനസ്സിന് സന്തോഷമുള്ള ദിവസമാണ്, കാരണം ജേക്കബാണ് എനിക്ക് ലിവർ തന്നത്. വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ്. അന്ന് ഓപ്പറേഷന്റെ സമയത്ത് കൂടെ നിന്ന ഡോക്ടർമാരോടും നഴ്സുമാരോടുമൊക്കെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഞാൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച എല്ലാവരോടും നന്ദിയുണ്ട്. അന്ന് നടന്ന സത്യങ്ങൾക്കിടയിലും ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായി. ആരൊക്കെ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാനിവിടെ ബോധമില്ലാതെ കിടക്കുമ്പോൾ സംഭവിച്ചതൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു. അതിലൊരു സത്യം ഞാൻ പറയാം. എനിക്ക് കരൾ പകുത്തു തന്നാൽ ഇവൻ്റെ ജീവൻ പോകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അപ്പോഴും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ചേട്ടന് വേണ്ടി അങ്ങ് പോവട്ടെ, അത്രയേ ഉള്ളൂ എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അവൻ വരികയും എനിക്ക് കരൾ തരികയും ചെയ്തു. ഇന്ന് ദൈവം സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും നന്നായിരിക്കുന്നു. ഇതിനിടയിൽ കുറേ ആളുകൾ ഇതിൻ്റെ ക്രെഡിറ്റൊക്കെ എടുക്കുന്നുണ്ട്. ചില സത്യങ്ങൾ ഞാൻ ഇന്നും മിണ്ടാതിരിക്കുന്നത് അവരോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നന്ദി ഞാൻ മറക്കില്ല. മറന്നാൽ ഞാൻ ബാലയല്ല. എൻ്റെ സഹോദരൻ ജേക്കബ് ഇപ്പോൾ പുതിയൊരു ജോലിക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വലിയ കാര്യങ്ങൾ അന്തസ്സായി നടക്കുന്നുണ്ട്. അടുത്തായി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും പറയുകയാണ് ബാല. അതേസമയം ബാല ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ താരത്തിന്റെ ആരാധകർക്കായി വിവരങ്ങൾ പങ്കുവച്ചിരുന്നതും എലിസബത്ത് ആയിരുന്നു. കരൾ രോഗം മൂർച്ഛിച്ച് ഇരുണ്ട കാലത്തെക്കുറിച്ച് ബാല പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എലിസബത്ത് ആ സമയങ്ങളിൽ താൻ എന്താണ് അനുഭവിച്ചതെന്നും എവിടെയും വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴിതാ ആദ്യമായി ബാല വെന്റിലേറ്ററിലായിരുന്നപ്പോൾ താൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എലിസബത്തും പറഞ്ഞിരുന്നു. ഡെത്ത് സിറ്റുവേഷൻ പോലെയായിരുന്നു ആ സമയത്ത്. ഒന്നും ചിന്തിക്കാനോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയാത്തതുമായ അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ തോന്നി പ്രാർത്ഥിച്ചു. ദൈവങ്ങളെപ്പോലെ ഡോക്ടർമാരെ കൈകൂപ്പി തൊഴുത് കാലമായിരുന്നു അത്. ആ സമയത്ത് എൻ്റെ കരച്ചിൽ ഏറ്റവും കൂടുതൽ കണ്ടത് അമ്മയിലെ അംഗങ്ങളായ ബാബുരാജ് സാറും സുരേഷ് കൃഷ്ണ സാറുമാണ്. അവർക്ക് എൻ്റെ കരച്ചിൽ കണ്ട് വിഷമമായി. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വിളിച്ച് വിവരങ്ങൾ ചോദിക്കുമായിരുന്നു. എന്നാൽ കിട്ടേണ്ടവരിൽ നിന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നില്ല എന്നും എലിസബത്ത് പറഞ്ഞിരുന്നു.